ഹലോ ഗൈസ്, ഇറ്റ്സ് മീ റോസിറ്റ റോബിൻ. ഇന്ന് ഞാൻ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എൻ്റെ വല്യമ്മ അമ്മയുടെ ചീച്ചിയെ വിളിക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ കൊട്ടിയം വഴിയാട്ടോ എയർപോർട്ടിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കും പ്രതീക്ഷിച്ചോട്ടാട്ടോ പോകുന്നത്. എൻ്റെ കൂടെ മമ്മിയും ഡാഡിയും ഉണ്ട്. പിന്നെ കൊട്ടിയം ടു ട്രിവാൻഡ്രം ഫുള്ള് റോഡ് പണി ആയതുകൊണ്ട് ഫുള്ള് ബ്ലോക്കാണ്. സോ ഞങ്ങൾ നേരത്തെ ഇറങ്ങി ഗായ്സ്. എന്നാലേ ഞങ്ങളൊരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ എത്തത്തുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പോൾ ചാത്തന്നൂർ കഴിഞ്ഞു, ആ വഴി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് ബ്ലോക്കാണ്, കാറും ബസ്സും ഫുള്ള് ബ്ലോക്കാണ് ഗൈസ്. ആൻഡ് എൻ്റെ റൈറ്റ് സൈഡിലുള്ള റോഡിൽ ഞാൻ പറഞ്ഞ പോലെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഗൈസ്. പക്ഷേ ഈ ബ്ലോക്ക് കണ്ടിട്ട് എനിക്ക് പോകാൻ തോന്നുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഇപ്പം കുറച്ചായിട്ട് ബ്ലോക്ക് മാറി തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇത് ഏതോ ഒരു സ്ഥലം. ആ സ്ഥലത്തിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞാലും ഈ സ്ഥലത്തിൽ ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലവ് ദിസ്. നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞു, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇനിയും കുറേ ദൂരം ട്രാവൽ ചെയ്യാനുണ്ടായതുകൊണ്ട് ഞങ്ങളിവിടെ അടുത്തൊരു കടയിൽ നിർത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് മുളക് ബജ്ജി, മുട്ട ബജ്ജിയൊക്കെ എനിക്ക് മമ്മി വാങ്ങി തന്നു ഗൈസ്. ആൻഡ് ഇറ്റ് വാസ് സോ ടേസ്റ്റി ആൻഡ് കുറച്ച് ക്രിസ്പി ആയിട്ടൊക്കെ എനിക്ക് തോന്നി ഗൈസ്. ആൻഡ് ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഗൈസ്, നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരു മകുട സാധനം കണ്ടു. ഈ സാധനത്തിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയുക. അങ്ങനെ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ട്രിവാൻഡ്രം എത്തി. ഇപ്പോൾ ട്രിവാൻഡ്രം റോഡിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ ഏതോ ഒരു സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അറിയാത്ത സ്ഥലമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ലുലു മാളിൻ്റെ ആ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലുലു മാൾ ഈസ് സ്റ്റിൽ കമ്മിങ്. ആൻഡ് ഗായ്സ്, എനിക്ക് കാറിൽ കയറാൻ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായതുകൊണ്ട് ഞാനൊരു ചെറിയ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഞങ്ങളിപ്പോൾ എയർപോർട്ടിൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ കാറിൽ കയറുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അങ്ങനെ നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറേ ലൈറ്റ്സും ഒക്കെ ഉണ്ടായതുകൊണ്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ എന്താണെന്നറിയത്തില്ല, വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നേരത്തെ പ്രാവശ്യമൊക്കെ വരുന്നതിലായിട്ടും ഭയങ്കര ക്യൂവും തിരക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഗായ്സ്, നമ്മുടെ പ്രിയ താരം മൈൻഡ് പോലും ചെയ്യാതെയാണ് പോകുന്നത്. പുള്ളിക്കാരിക്ക് മോഹം കാണിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇമോജി വെച്ച് കവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഇഷ്ടമാണെന്നൊരു കമൻറ്റ് ചെയ്യണേ. എനിക്ക് നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മോർണിംഗ് ട്രാവലിനെക്കാട്ടും എനിക്ക് കൂടുതലും ഇഷ്ടം നൈറ്റ് ട്രാവലാണ്.
അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു തട്ടുകടയിൽ നിർത്തി. ബർക്കത്ത് തട്ടുകട എന്നാട്ടോ തട്ടുകട പേര്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. പറഞ്ഞു പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് അവിടുന്ന് വാങ്ങി. സോ അത്രയൊക്കെയുള്ള എൻ്റെ ട്രാവൽ വ്ലോഗ്. അപ്പോൾ ഗൈസ് ബൈ.